എല്ലാവർക്കും നമസ്കാരം. VFA 40 ഡേയ്സ് ചലഞ്ചിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഡീൽ ചെയ്യുന്നത്. ഓക്കെ, ഈ ഓണം കഴിയുമ്പോൾ മുതൽ നമ്മൾ എന്ത് ചെയ്യും, 2 ക്ലാസ്സുകളും 3 ക്ലാസ്സുകളും വീതം ഒരേ ദിവസം തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അതുവരെ തൽക്കാലം ഇങ്ങനെ പോകട്ടെ. ഓക്കെ, അപ്പോൾ 61ാമത്തെ ചോദ്യം മുതലാണ് നമുക്ക് ഇനി നോക്കാനുള്ളത്. നമുക്ക് നോക്കാം. 2023 ജൂണിലെ കണക്കനുസരിച്ച് ലോകത്തിലെ ഏറ്റവും വേഗതയേറിയ ടോപ്പ് 500 സൂപ്പർ കമ്പ്യൂട്ടർ പട്ടികയിൽ 75ാം സ്ഥാനത്തെത്തിയ ഇന്ത്യയിലെ ഏറ്റവും വേഗതയേറിയ സൂപ്പർ കമ്പ്യൂട്ടറിൻ്റെ പേര് ഏതാണ്? ഇത് നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യുക, ഇപ്പോൾ ഇങ്ങനെയും ചോദിക്കാം. ഇന്ന പേര് തന്നിട്ട് അത് ഏത് രാജ്യത്തെ സൂപ്പർ കമ്പ്യൂട്ടറാണ് എന്ന രീതിയിൽ നമുക്ക് ചോദിക്കാം അല്ലേ. അപ്പോൾ ഏതാണ് ഇതിൽ വരുന്നത്? ഓപ്ഷൻ സി, ഐരാവത്. പേര് കേൾക്കുമ്പോൾ നമുക്കറിയാം അല്ലേ, ഐരാവതാണ്. ഐരാവത് എന്ന് പറയുന്നത് ഇന്ത്യ വികസിപ്പിച്ച AI ഫോക്കസ്ഡ് സൂപ്പർ കമ്പ്യൂട്ടറാണ് കേട്ടോ. 2023 ടോപ്പ് 500 പട്ടികയിൽ 75ാം സ്ഥാനം നേടുകയാണ് ഉണ്ടായത്. ഓക്കെ, ഇതിൽ ബാക്കി പ്രത്യുഷ് എന്ന് പറയുന്ന കാലാവസ്ഥാ പ്രവചനവുമായി ബന്ധപ്പെട്ട് സൂപ്പർ കമ്പ്യൂട്ടിംഗ് സംവിധാനമാണ്. അത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ട്രോപ്പിക്കൽ മെട്രോളജി, പൂനെയാണ് കേട്ടോ അത് നിർമ്മിച്ചിട്ടുണ്ടായിരുന്നത്. അടുത്തത് പരംസിദ്ധി. അത് ഇന്ത്യയിലെ തന്നെ AI കമ്പ്യൂട്ടിംഗ് സംവിധാനമാണ്. പക്ഷേ 75ാം സ്ഥാനത്തെത്തിയത് ഏതാണ്? ഐരാവതാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. ഓക്കെ, അടുത്ത ചോദ്യം. കേരളത്തിലെ സ്കൂൾ വിദ്യാർത്ഥികളുടെ ഇംഗ്ലീഷ് പഠന നിലവാരം ഉയർത്തുന്നതിനായി കൈറ്റ് തയ്യാറാക്കിയ ലാംഗ്വേജ് ലാബിൻ്റെ പേരെന്താണ്? ലാംഗ്വേജ് ലാബ് E-Cube. ഓക്കെ, E-Cube എന്നാണ് കേട്ടോ. E-Cube ഓക്കെ ആണല്ലോ. E-Cube കൈറ്റാണ് വികസിപ്പിച്ചത് എന്നുള്ളത് ഓർത്ത് വയ്ക്കുക. ഇംഗ്ലീഷ് ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി പ്രോഗ്രാമാണ് കേട്ടോ E-Cube. അടുത്ത ചോദ്യം ചേരുംപടി ചേർക്കുകയാണ്. നോക്കാം. ലെഫ്റ്റ് സൈഡിൽ എന്തൊക്കെയാണ്? ക്രാക്കിംഗ്, ഫിഷിംഗ്, സൈബർ സ്ക്വാട്ടിംഗ്, സൈബർ ടെററിസം. റൈറ്റ് സൈഡിൽ വ്യാജ വെബ്സൈറ്റുകളും വിലാസങ്ങളും തയ്യാറാക്കുക, ദേശസുരക്ഷയ്ക്കെതിരെ സൈബർ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നടത്തുന്ന പ്രവർത്തനം, അതീവ സുരക്ഷാ വിവരങ്ങൾ വ്യാജമാർഗങ്ങളിലൂടെ തെറ്റിദ്ധരിപ്പിച്ച് ചോർത്തിയെടുക്കുക, ദുരുദ്ദേശത്തോടെ കമ്പ്യൂട്ടറിൽ അതിക്രമിച്ച് കയറി അതിലെ വിവരങ്ങൾ നശിപ്പിക്കുക. ഓക്കെ, അപ്പോൾ നമുക്കിതെങ്ങനെയൊക്കെയാണ് ചേരുന്നതെന്ന് നോക്കാം. ആദ്യം ക്രാക്കിംഗ് എന്ന് പറയുന്നത് ഏതിൽ വരുന്നതാണ്? ക്രാക്കിംഗ് ഏതാണ് വരുന്നത്? ദുരുദ്ദേശത്തോടെ കമ്പ്യൂട്ടറിൽ അതിക്രമിച്ചു കയറി അതിലെ വിവരങ്ങൾ നശിപ്പിക്കുക. അതായത് അനധികൃതമായി കമ്പ്യൂട്ടറിലെ സിസ്റ്റത്തിൽ പ്രവേശിച്ച് സെക്യൂരിറ്റി ബ്രീച്ച് ചെയ്യുന്നതിനെയാണ്, അതായി ബന്ധപ്പെട്ടതാണ് ക്രാക്കിംഗ് എന്ന് പറയുന്നത്. ദെൻ ഫിഷിംഗ് എന്താണ്? അതീവ സുരക്ഷാ വിവരങ്ങൾ വ്യാജമാർഗങ്ങളിലൂടെ തെറ്റിദ്ധരിപ്പിച്ച് ചോർത്തിയെടുക്കുന്നതിനെയാണ് ഏത് പറയുന്നത്? ഫിഷിംഗ്. നമ്മുടെ OTP, പാസ്വേഡ്, ബാങ്ക് ഡീറ്റെയിൽസ് അല്ലേ, പേഴ്സണൽ ഇൻഫോർമേഷൻ തുടങ്ങിയവ കൈക്കലാക്കാൻ ശ്രമിക്കുന്നതിനെയാണ് എന്ത് പറയുന്നത്? ഫിഷിംഗ്. OTP കാര്യങ്ങളൊക്കെ ഓർത്തിരുന്നാൽ മതി. ഫിഷിംഗ്. ഓക്കെ, ദെൻ സൈബർ സ്ക്വാട്ടിംഗ് എന്ന് പറയുന്നത് ഏതാണ്? അത് വ്യാജ വെബ്സൈറ്റുകളും വിലാസങ്ങളും തയ്യാറാക്കുന്നതിനെയാണ് പറയുന്നത്. ഇപ്പോൾ നമ്മുടെ ആളുകളെ കബളിപ്പിക്കാൻ വേണ്ടിയിട്ട് നടത്തുന്ന ആ ഒരു സ്കാം അല്ലേ, വെബ്സൈറ്റ് അല്ലെങ്കിൽ ഐഡൻറ്റിറ്റി, അതൊക്കെ വ്യാജമായിട്ട് ഉപയോഗിക്കുന്നതാണ് സൈബർ സ്ക്വാട്ടിംഗ്. ദെൻ സൈബർ ടെററിസം, ദേശസുരക്ഷയ്ക്കെതിരെ സൈബർ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നടത്തുന്ന പ്രവർത്തനം, അതാണ് സൈബർ ടെററിസം എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഫിഷിംഗ് എന്ന് പറയുമ്പോൾ പേഴ്സണൽ ഇൻഫോർമേഷൻ ഓർക്കുക, ക്രാക്കിംഗ് എന്ന് പറയുമ്പോൾ കമ്പ്യൂട്ടർ സിസ്റ്റം ബ്രേക്ക് ചെയ്യുന്നത്, സ്കാമിംഗ്, ഫ്രോഡ്, സൈബർ ടെററിസം നാഷണൽ സെക്യൂരിറ്റിക്ക് എതിരെയാണ് ഓർത്ത് വയ്ക്കുക. ഓക്കെ ആണല്ലോ. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 പ്രകാരം ഉപഭോക്താവിൻ്റെ അവകാശങ്ങളിൽ പെടാത്തതേതാണ്? 4 ഓപ്ഷൻസ് നോക്കി. സുരക്ഷിതത്വത്തിനുള്ള അവകാശം, വിപണി നിരക്കിനേക്കാൾ കുറഞ്ഞ വിലയ്ക്ക് സാധനങ്ങളോ സേവനങ്ങളോ ആവശ്യപ്പെടുവാനുള്ള അവകാശം, മത്സരാധിഷ്ഠിത വിലകളിൽ വൈവിധ്യമാർന്ന സാധനങ്ങൾ, ഉൽപ്പന്നങ്ങൾ, സേവനങ്ങൾ ലഭ്യമാക്കുവാനുള്ള അവകാശം, ഉപഭോക്തൃ അവബോധത്തിനുള്ള അവകാശം. ഏതാണ് വരുന്നത്? ഉപഭോക്തൃ സംരക്ഷണ നിയമം പ്രകാരം ഉപഭോക്താവിൻ്റെ അവകാശങ്ങളിൽ പെടാത്തതാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്കറിയാമല്ലോ, ഓപ്ഷൻ ബി ആണ്. എന്തുകൊണ്ടാണ്? വിപണി നിരക്കിനേക്കാൾ കുറഞ്ഞ വിലയ്ക്ക് സാധനങ്ങളോ സേവനങ്ങളോ ആവശ്യപ്പെടാനുള്ള അവകാശം നമുക്കില്ല. ഇപ്പോൾ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് പ്രകാരം പ്രധാന കൺസ്യൂമർ റൈറ്റ്സിൽ വരുന്നത് ഏതൊക്കെയാണ്? റൈറ്റ് ടു സേഫ്റ്റി, റൈറ്റ് ടു ബി ഇൻഫോംഡ്, റൈറ്റ് ടു ചൂസ്, റൈറ്റ് ടു ബി ഹേർഡ്, റൈറ്റ് ടു സീക്ക് റിഡ്രസൽ ആൻഡ് റൈറ്റ് ടു കസ്റ്റമർ എഡ്യൂക്കേഷൻ ഓർ അവയർനെസ്. ഓക്കെ, അടുത്തത് ഗാർഹിക പീഡനം നടന്നെന്നോ
നടക്കുന്നെന്നോ വിശ്വസിക്കാൻ മതിയായ കാരണമുള്ള ഏതൊരു വ്യക്തിക്കും അതിനെക്കുറിച്ച് താഴെ പറയുന്ന ഏതുദ്യോഗസ്ഥനാണ് വിവരം നൽകേണ്ടത്? ഏതുദ്യോഗസ്ഥനാണ്? പ്രൊട്ടക്ഷൻ ഓഫീസർ അല്ലേ? പ്രൊട്ടക്ഷൻ ഓഫ് വുമൺ ഫ്രം ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് ഏത് വർഷം? 2005 അല്ലേ? അത് പ്രകാരം ഡൊമസ്റ്റിക് വയലൻസ് സംബന്ധിച്ച് വിവരം ലഭിക്കുമ്പോൾ പ്രൊട്ടക്ഷൻ ഓഫീസറിന് പ്രധാന നിയമപരമായ ചുമതലയുണ്ട്. എന്തൊക്കെയാണ്? ഇപ്പോൾ ഡൊമസ്റ്റിക് ഇൻസിഡൻറ്റ് റിപ്പോർട്ട് തയ്യാറാക്കുന്നത് സഹായിക്കുന്നു, പിന്നെ മജിസ്ട്രേറ്റിന് ആവശ്യമായ വിവരങ്ങൾ നൽകുന്നു അല്ലേ, പിന്നെ എന്തെങ്കിലും ഷെൽട്ടർ അല്ലെങ്കിൽ മെഡിക്കൽ അല്ലെങ്കിൽ ലീഗൽ എയ്ഡ് ലഭ്യമാക്കുന്നതിലൊക്കെ സഹായിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അടുത്തത്, കേന്ദ്ര ഇൻഫോർമേഷൻ കമ്മീഷൻ്റെ ഘടന താഴെ പറയുന്നവയിൽ ഏതാണ്? ഘടനയാണ് ചോദിച്ചിട്ടുള്ളത്. ഇൻഫോർമേഷൻ കമ്മീഷൻ്റെ ഘടന ഏതാണ്? ചീഫ് ഇൻഫോർമേഷൻ കമ്മീഷണറും 10ൽ കവിയാത്ത അത്ര എണ്ണം കേന്ദ്ര ഇൻഫോർമേഷൻ കമ്മീഷണർമാരും, അതായത് ചീഫ് ഇൻഫോർമേഷൻ കമ്മീഷണറും പരമാവധി 10 ഇൻഫോർമേഷൻ കമ്മീഷണേഴ്സുമാണ് വേണ്ടത്. ഓക്കെ. ഇനി 67, ലൈംഗിക കുറ്റകൃത്യങ്ങളിൽ നിന്നും കുട്ടികളെ സംരക്ഷിക്കുന്നതിനുള്ള നിയമം 2012 പോക്സോ ആക്ട് പ്രകാരം കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട് ശരിയല്ലാത്തത് ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ എന്ത് ചെയ്യണം? നമുക്ക് 4 വായിച്ചു നോക്കാം എന്തൊക്കെയാണ് സ്റ്റേറ്റ്മെൻ്റ് എന്ന്. ഒന്നാമത്തേത്, കുട്ടിയുടെ മൊഴി കുട്ടിയുടെ വസതിയിലോ കുട്ടി സാധാരണയായി താമസിക്കുന്ന സ്ഥലത്തോ കുട്ടി ഇഷ്ടപ്പെടുന്ന സ്ഥലത്തോ പ്രായോഗികമാകുന്നിടത്തോളം സബ് ഇൻസ്പെക്ടർ റാങ്കിൽ കുറയാത്ത ഒരു വനിതാ പോലീസ് ഓഫീസർ രേഖപ്പെടുത്തേണ്ടതാണ്. കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തുമ്പോൾ പോലീസ് ഉദ്യോഗസ്ഥൻ യൂണിഫോമിൽ ആയിരിക്കരുത്. ഒരു കാരണവശാലും ഒരു കുട്ടിയെ രാത്രിയോ പകലോ പോലീസ് സ്റ്റേഷനിൽ തടഞ്ഞു വയ്ക്കാൻ പാടില്ല. അന്വേഷണം നടത്തുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ കുട്ടിയെ പരിശോധിക്കുമ്പോൾ കുട്ടി ഒരു കാരണവശാലും പ്രതിയുമായി സമ്പർക്കത്തിൽ വരുന്നില്ലെന്ന് ഉറപ്പാക്കേണ്ടതാണ്. ഏതാണ് ഇതിൽ? ഈ ഒരു നിയമപ്രകാരം, പോക്സോ ആക്ട് പ്രകാരം കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട് ശരിയല്ലാത്തത് ഏതാണ്? ഓപ്ഷൻ സി ആണ്. എന്താണ്? ഒരു കാരണവശാലും ഒരു കുട്ടിയെയും രാത്രിയോ പകലോ പോലീസ് സ്റ്റേഷനിൽ തടഞ്ഞു വയ്ക്കാൻ പാടില്ല. ശരിയല്ലാത്തത് എന്നാണ് പറയുന്നത്. രാത്രിയോ പകലോ എന്ന് പറയുന്നതാണ് ഇവിടെ തെറ്റായിട്ട് വരുന്നത് കേട്ടോ. ഒന്നാമത്തെ ശരിയാണ്. കാരണം കുട്ടിയുടെ മൊഴി എന്താണ്? കുട്ടിയുടെ റെസിഡൻസിലോ അല്ലെങ്കിൽ സാധാരണ താമസിക്കുന്ന സ്ഥലത്തോ അല്ലെങ്കിൽ അവർ തന്നെ കുട്ടി തന്നെ തിരഞ്ഞെടുക്കുന്ന സ്ഥലത്തോ വെച്ച് രേഖപ്പെടുത്താം. രണ്ടാമത് പറയുന്നത് യൂണിഫോമിലായിരിക്കരുത്. അതൊരു ചൈൽഡ് ഫ്രണ്ട്ലി പ്രൊസീജിയറിൻ്റെ ഭാഗമായിട്ട് അങ്ങനെയാണ്. പിന്നെ എന്താണ്? ഇൻവെസ്റ്റിഗേഷൻ സമയത്ത് കുട്ടിക്ക് അക്യൂസ്ഡുമായിട്ട് അനാവശ്യമായ ഡയറക്റ്റ് കോണ്ടാക്റ്റ് ഉണ്ടാകാതിരിക്കാനുള്ള സംരക്ഷണവും നോക്കണം. ഓക്കെ. 68ാമത്തെ ചോദ്യം, ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ഏത് നിയമപ്രകാരമാണ് സ്ഥാപിതമായത്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ഏതാണ്? മനുഷ്യാവകാശ സംരക്ഷണ നിയമം 1993 അല്ലേ? പ്രൊട്ടക്ഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ആക്ട് വർഷം ഏതാണ്? 1993. നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് ആക്ട് NHRC. ഓക്കെ. ഹ്യൂമൻ റൈറ്റ്സ് ആക്ട് ഓർത്തിരിക്കുക. 69, ഇന്ത്യയുടെ 58ാമത് കടുവാ സംരക്ഷണ കേന്ദ്രമായ മാധവ് നാഷണൽ പാർക്ക് ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? മാധവ് മധ്യപ്രദേശിലാണ് കേട്ടോ. മാധവ് ശിവപുരി ഡിസ്ട്രിക്റ്റ്, മധ്യപ്രദേശിലെ ശിവപുരി ഡിസ്ട്രിക്റ്റിലാണ് മാധവ്. ഓക്കെ, ഓർത്തിരിക്കുക കേട്ടോ. മധ്യപ്രദേശിൻ്റെ 9ാമത് ടൈഗർ റിസർവ് കൂടിയാണ് ഇത്, മാധവ് ശിവപുരി, മധ്യപ്രദേശ്. 70ാമത്തെ ചോദ്യം, 2015 ഐക്യരാഷ്ട്രസഭ സൃഷ്ടിച്ച സുസ്ഥിര വികസന ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടുന്നതാണ് ചോദിച്ചിട്ടുള്ളത്. ദാരിദ്ര്യമില്ല, ലിംഗസമത്വം, ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസം, മുകളിൽ പറഞ്ഞിട്ടുള്ളതെല്ലാം ഉൾപ്പെടുന്നത് ഏതാണ്? എല്ലാം വരും അല്ലേ? ഓപ്ഷൻ ഡി, മുകളിൽ പറഞ്ഞിട്ടുള്ളതെല്ലാം വരും. സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസിൽ ആകെ 17 ലക്ഷ്യങ്ങളാണ് 2015 UN അംഗീകരിച്ച ആ ഒരു സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസിലുള്ളത്. എത്രയാണ്? 17 ലക്ഷ്യങ്ങളാണ് കേട്ടോ ഉള്ളത്. ഇതൊക്കെ ഈ 4 ഇതിൽ വരുന്നതാണ്. ഓക്കെ. നോ പോവർട്ടി, സീറോ ഹങ്കർ, പിന്നെന്താണ് ഗുഡ് ഹെൽത്ത്, ക്വാളിറ്റി എഡ്യൂക്കേഷൻ, ജെൻഡർ ഇക്വാളിറ്റി, ദെൻ ക്ലീൻ വാട്ടർ ആൻഡ് സാനിറ്റേഷൻ, പിന്നെന്താണ് അഫോർഡബിൾ ആൻഡ് ക്ലീൻ എനർജി, ക്ലൈമറ്റ് ആക്ഷൻ, അതൊക്കെ ഇതിൽ വരുന്നതാണ്. ഓക്കെ. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് GK ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളത്. ബാക്കി നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് മാത്സും ഇംഗ്ലീഷും മലയാളം സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ. നിങ്ങളെല്ലാവരും ക്ലാസ് കണ്ടതിന് ശേഷം നല്ലതാണെങ്കിൽ ഒന്ന് തംസപ്പ് ചെയ്യുക, അല്ലെങ്കിൽ അഭിപ്രായം കമൻറ്റിലൂടെ അറിയിക്കുക. അതോടൊപ്പം തന്നെ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക്